പറയുന്നത് ഗ്രഹങ്ങൾ തീരുമാനിക്കുന്നതല്ല നമുക്കറിയാം. ഉദാഹരണത്തിന് വേലിയേറ്റം അല്ലെങ്കിൽ കഴിഞ്ഞ സുനാമിയുടെ കാര്യം എടുക്കുക. സുനാമി ഉണ്ടാക്കിയത് ഒരു ഗ്രഹവുമല്ല. സുനാമി ഉണ്ടാക്കിയത് ഭൂമിയുടെ ഉള്ളിൽ നടക്കുന്ന ചില മാറ്റങ്ങളാണ്. ഭൂമിയുടെ ഉള്ളിൽ റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ ഊർജം പുറത്തേക്ക് വിടുന്നു. അങ്ങനെ ഭൂമിയുടെ ഉള്ളിൽ ചൂടിങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. വർദ്ധിക്കുന്ന ചൂടിൻ്റെ ഫലമായിട്ട് മർദ്ദം വർദ്ധിക്കും. ഒരു ഘട്ടത്തിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ ഭൂവൽക്കത്തിൽ ചില വിള്ളലുകൾ സൃഷ്ടിക്കുമത്. അങ്ങനെ വിള്ളലുകൾ സൃഷ്ടിക്കുമ്പം ഭൂകമ്പം ഉണ്ടാകും, അഗ്നിപർവ്വതം ഉണ്ടാകും. ഇത്തരം സാധ്യതകൾക്ക് ഭൂമിയുടെ ഉള്ളിൽ നടക്കുന്ന ചില മാറ്റങ്ങളുടെ ഫലമായിട്ടാണ്. അങ്ങനെ വരുമ്പം സുനാമി ഉണ്ടാകും. ലക്ഷക്കണക്കിന് മനുഷ്യർ കഴിഞ്ഞ സുനാമിക്ക് മരിച്ചു എന്ന് നമുക്കറിയാം. അതിലേതെങ്കിലും ഗ്രഹനിലക്കാരെ രക്ഷിക്കാൻ ഒരു ഗ്രഹവും വന്നിട്ടില്ല എന്ന് നമുക്കറിയാം. ചൊവ്വാദോഷക്കാർ മരിച്ചതുപോലെ തന്നെ ശനിദശക്കാരും മരിച്ചു, രാജയോഗക്കാരും അതുപോലെ തന്നെ മരിച്ചു. എല്ലാ നക്ഷത്രങ്ങളിൽ പിറന്ന ആളുകൾക്ക് ഒരേ ഗതിയാണ് ഉണ്ടായത്. തീരദേശങ്ങളിൽ താമസിച്ചിരുന്ന ആളുകളൊക്കെ മരിച്ചു. ഒരു വിമാനാപകടം ഉണ്ടാകുമ്പം ആ വിമാനത്തിൽ സഞ്ചരിക്കുന്ന എല്ലാ ആളുകളും മരിക്കുന്നത്. അത് ഏത് ഗ്രഹനിലയിൽപ്പെട്ടവരാണ് മരിക്കാതായി പോകുന്നതെന്ന് നിങ്ങൾ നോക്കിയാൽ ആരും തന്നെ ഉണ്ടാവില്ല. മിക്കവാറും എല്ലാവരും ഒന്നിച്ചാണ് മരിക്കുക. ഹിരോഷിമയിൽ ബോംബ് വീണപ്പം മരിച്ചത് 1.5 ലക്ഷത്തോളം ആളുകളാണ്. അതിൽ എല്ലാ ഗ്രഹനിലയിലും പെട്ട ആളുകളുണ്ടായിരുന്നു. അപ്പം ഗ്രഹനില മനുഷ്യനെ ഒരു വിധത്തിൽ മനുഷ്യൻ്റെ ഭാവി തീരുമാനിക്കുന്നില്ല, മരണത്തെയോ രോഗത്തെയോ ഒന്നും തീരുമാനിക്കുന്നില്ല എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. മറ്റൊരു വിധത്തിൽ നമുക്കിതിനെ പരിശോധിക്കാം. ഇപ്പോൾ കേരളത്തിലെ ആളുകളെടുക്കുക. കേരളം രൂപീകരിക്കുന്ന ഘട്ടത്തിൽ കേരളത്തിൽ പട്ടിണിയായിരുന്നു, ബീഹാറിലും പട്ടിണിയായിരുന്നു, യുപിയിലും പട്ടിണിയായിരുന്നു. ഇന്ന് കേരളത്തിൽ പട്ടിണി വളരെ വളരെ കുറച്ചിരിക്കുന്നു. പക്ഷേ യുപിയിലും ബീഹാറിലും പട്ടിണിയും രോഗവും അന്നത്തെ പോലെ അല്ലെങ്കിലും വലിയ തോതിൽ ഇന്നും തുടരുകയാണ്. കാരണം എന്താണ്? അവിടെ വിദ്യാഭ്യാസപരമായ മുന്നേറ്റം ഉണ്ടായില്ല, ശാസ്ത്രബോധത്തിൽ പിന്നാക്കം പോയി. കേരളമാവട്ടെ വിദ്യാഭ്യാസത്തിലും ഒക്കെ മുന്നോട്ട് പോയി. നല്ല രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഫലമായി ജീവിത നിലവാരം മെച്ചപ്പെട്ടു. ഇതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് നമ്മൾ ജീവിതം മെച്ചപ്പെടുത്തിയത്, ഗ്രഹനില കൊണ്ടല്ല. കേരളത്തിനൊരു പ്രത്യേക മെച്ചം ഗ്രഹനില കൊണ്ടുണ്ടാകുകയും ബീഹാറിന് ദുരിതം ഉണ്ടാകുകയും ചെയ്തുകൊണ്ടല്ല. ആഫ്രിക്കയിൽ, എത്യോപ്യയിലും സോമാലിയയിലുമൊക്കെ എല്ലാ വർഷവും പട്ടിണി കൊണ്ട് ആളുകൾ മരിക്കുകയാണ്. ഇങ്ങനെ മരിക്കുന്നത് ഗ്രഹങ്ങൾ ഉപദ്രവിക്കുന്നതുകൊണ്ടല്ല. ആ രാജ്യത്തെ വളർത്തിയെടുക്കാൻ അവിടെ ബോധപൂർവമായ രാഷ്ട്രീയ പ്രവർത്തനം നടക്കാത്തതുകൊണ്ടാണ്. യൂറോപ്പിലും അമേരിക്കയിലുള്ള ആളുകൾക്കൊക്കെ തന്നെ സുഭിക്ഷത നൽകുന്ന ഗ്രഹനില നൽകുകയും ആഫ്രിക്കയിലും തെക്കേ അമേരിക്കയിലും ഏഷ്യയിലൊക്കെയുള്ള ആളുകൾക്ക് പട്ടിണി നൽകുകയും ചെയ്യുന്ന ഒരു ഗ്രഹനിലയും ഈ പ്രപഞ്ചത്തിലുണ്ടാവില്ല. അപ്പോൾ ഇതൊന്നും തന്നെ ഈ ഗ്രഹനിലയുടെ കാരണമല്ല. ഇതൊക്കെ തന്നെ മനുഷ്യരുടെ ശാസ്ത്രബോധത്തിലെ ബോധമില്ലായ്മയിൽ നിന്നുണ്ടാകുന്ന ഫലമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ ജ്യോതിഷം പോലെ തന്നെ ഒരു അന്ധവിശ്വാസമാണ് ഹസ്തരേഖ. കയ്യിലെ രേഖകളിൽ നിന്ന് ഭാവി പറയാൻ പറ്റുമെന്ന് പറയുന്നത് ശുദ്ധമായ വിഡ്ഢിത്തമാണ്. കയ്യിലെ രേഖ ഉണ്ടായത് എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കൈയുടെ പ്രത്യേകത അതിൻ്റെ തൊലി ലൂസാക്കിയിട്ടിരിക്കുകയാണ്. കാരണം കൈ കൊണ്ട് നമുക്ക് വസ്തുക്കളെ പിടിക്കണം. അങ്ങനെ പിടിക്കുമ്പം കൈയുടെ ഉള്ളിലുള്ള മാംസപേശികൾക്ക് ഉരുണ്ടുപോരാൻ കഴിയണം. അങ്ങനെ ഉരുണ്ടു കൊടുക്കണമെങ്കിൽ തൊലി വലിഞ്ഞു കൊടുക്കണം. അങ്ങനെ വളരെ ലൂസാക്കിയിട്ട് ഉള്ളം കൈയിൽ തൊലിയിട്ടിരിക്കുകയാണ്. പക്ഷേ ഇങ്ങനെ ഉള്ളം കൈയിലെ തൊലി ഒട്ടാകെ ലൂസാക്കിയിട്ട് കഴിഞ്ഞാൽ കൈ മടക്കുമ്പം ഇത് പപ്പടം പോലെ പൊങ്ങിപ്പോരും, വസ്തുക്കളെ പിടിക്കാൻ കഴിയാതെ വരും. അതുകൊണ്ട് പ്രകൃതിയിൽ ഉണ്ടായിരിക്കുന്ന ഒരു പരിണാമത്തിൻ്റെ ഒരു നേട്ടമെന്ന് പറയുന്നതാണ് ഈ രേഖകൾ. ഉള്ളം കൈയിലെ തൊലിയും അടിയിലുള്ള മാംസവുമായിട്ട് ഒട്ടിച്ച് ചേർത്തിരിക്കുന്ന ഭാഗമാണ് ഈ രേഖ. ഫ്ലക്സിയോൺ ക്രീസസ് എന്ന് പറയും. ആ ഭാഗം വലിഞ്ഞു കൊടുക്കില്ല. ഇപ്പം കൈ മടക്കുമ്പം ആ ഭാഗം ഉള്ളിലേക്ക് അമർന്നു നിൽക്കും. നമുക്കത് പിടിക്കാൻ പോലും കിട്ടില്ല, കാരണം അടിയിൽ ഒട്ടിച്ചിരിക്കുകയാണ്. അങ്ങനെ അടിയിലൊട്ടിച്ച ഈ രേഖകൾ ഉള്ളിലേക്ക് അമർന്നു നിൽക്കുകയും ബാക്കി ഭാഗം വലിഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് വസ്തുക്കളെ മുറുക്കെ പിടിക്കാൻ പറ്റുന്നത്. അങ്ങനെ നമ്മുടെ ജീവിതത്തിന് പറ്റിയ ഒരു പരിണാമ ഫലമാണ് യഥാർത്ഥത്തിൽ കയ്യിലെ രേഖകൾ. അതല്ലാതെ നമ്മുടെ ഭാവി എഴുതി വെക്കാൻ വേണ്ടി ആരെങ്കിലും വരച്ച രേഖകളല്ല. അങ്ങനെ കയ്യിൽ രേഖകളുണ്ടെന്നും അത് വായിച്ചെടുക്കാൻ കഴിയുമെന്നൊക്കെ പറയുന്നത് ചൂഷണത്തിൻ്റെ മറ്റൊരു രൂപം മാത്രമാണ്, അന്ധവിശ്വാസികളെ പറ്റിക്കാനുള്ള ഒരു ഏർപ്പാട് മാത്രമാണ്. അപ്പോൾ ഇത്തരം ഒരുപാട് അന്ധവിശ്വാസങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുകയാണ്. ചില പ്രത്യേക നക്ഷത്രങ്ങൾ പ്രത്യേക സ്ഥാനങ്ങളിൽ നിൽക്കുമ്പോൾ ജനിച്ചാൽ മെച്ചമാണെന്നും, അങ്ങനെ ആണിന് പറ്റിയ നക്ഷത്രത്തിൽ പിറന്ന പെണ്ണിനെ തന്നെ സ്വീകരിക്കണം എങ്കിലേ നക്ഷത്ര പൊരുത്തങ്ങൾ ഉണ്ടാവൂ എന്നും ഒക്കെ ഇന്ന് ആളുകൾ വിശ്വസിക്കുന്നുണ്ട്.
നക്ഷത്രങ്ങൾക്ക് തമ്മിൽ ഒരു പൊരുത്തവും ഇല്ല. നക്ഷത്രങ്ങൾ പ്രകാശവർഷങ്ങൾ അകലെ കിടക്കുന്നതാണ്. തിരുവാതിര നക്ഷത്രം 570 പ്രകാശവർഷ അകലെയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കാണുന്ന തിരുവാതിര നക്ഷത്രത്തിൽ നിന്ന് 570 കൊല്ലം മുമ്പ് പുറപ്പെട്ട വെളിച്ചമാണ് ഇപ്പം നമ്മുടെ കണ്ണിലെത്തുന്നത്. ഇപ്പോഴത്തെ തിരുവാതിര നക്ഷത്രത്തിൽ നിന്ന് പുറപ്പെടുന്ന വെളിച്ചം ഇനി 570 കൊല്ലം കഴിയുമ്പോഴാണ് നമ്മുടെ ഏതെങ്കിലും ഒരു പിൻതലമുറക്കാരൻ കാണുക. ഇത്രയും ദൂരെയുള്ള ഈ നക്ഷത്രം നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് ബാധിക്കുക? ഓരോ നക്ഷത്രവും ഇങ്ങനെ തന്നെയാണ്. പ്രകാശവർഷങ്ങൾ അകലെ കിടക്കുന്ന കത്തിജ്വലിക്കുന്ന വസ്തുക്കളാണ് നക്ഷത്രങ്ങൾ. അത് മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചതല്ല. അതുപോലെ തന്നെ മനുഷ്യൻ്റെ ഭാവിയെ ബാധിക്കാനും ഉള്ളവയല്ല. ഇപ്പം 100 കണക്കിന് നക്ഷത്രങ്ങളുടെ ചുറ്റും ഗ്രഹങ്ങളെ കണ്ടെത്തിയിരിക്കുകയാണ്. 130-ലേറെ നക്ഷത്രങ്ങളുടെ ചുറ്റും ഗ്രഹങ്ങളെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട് ഇതിനകം. അതിൽ ചില നക്ഷത്രങ്ങളിലെങ്കിലും ഒരുപക്ഷെ ഭൂമിയിലെ പോലെ ജീവിത സാഹചര്യങ്ങളുള്ള ഗ്രഹങ്ങളുണ്ടെന്ന് തോന്നേക്കാം. ഗ്രഹമണ്ഡലങ്ങളുള്ള നിരവധി നക്ഷത്രങ്ങളെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെ ഈ പ്രപഞ്ചം മുഴുവൻ ജീവൻ തുടിക്കുകയാണ് എന്നാണ് ശാസ്ത്രജ്ഞന്മാരിൽ ഒരു വലിയ പങ്ക് വിശ്വസിക്കുന്നത്. ഇത് പറഞ്ഞതിനാണ് പണ്ട് ലിയോണാർഡോ ബ്രൂണോയെ ചുട്ടുകൊന്നത്. അപ്പം ബ്രൂണോ എന്ന് പറഞ്ഞ ഊഹിച്ചെടുത്ത കാര്യങ്ങൾ ഇന്ന് ശാസ്ത്രം ശരിയാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിൽ നിരവധി കോണുകളിൽ ജീവൻ നിലനിൽക്കുന്നുണ്ട്. ചിലർ ഒരുപക്ഷെ നമ്മളെക്കാൾ വികാസം പ്രാപിച്ചതായെന്ന് വരാം, ചില ജീവികൾ നമ്മളോളം വികാസം പ്രാപിക്കാത്തതായെന്ന് വരാം. എന്തായാലും ഈ ഇത്രയേറെ ശാസ്ത്രീയമായ വളർച്ച എത്തിയ ഈ കാലഘട്ടത്തിലും ശാസ്ത്രരംഗത്ത് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലും ഇന്നും നമ്മൾ ഈ പ്രാകൃത വിശ്വാസങ്ങൾ തുടരുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ വലിയൊരു നാണക്കേടാണ് നമ്മുടെ ഈ സാക്ഷര കേരളത്തിന്.